ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വ്യക്തികൾക്കും ശാന്തിയും സമാധാനവും. ഇന്ന് ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്ന പല വ്യക്തികളും ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എനിക്ക് എന്താണ് ഈ കഷ്ടം എന്നെ വിട്ട് മാറുകയില്ല എന്ന് നിങ്ങൾ നിരന്തരമായി നിങ്ങളെ പറയുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളെ തന്നെ ശപിക്കുന്നതായ ശാപവാക്കുകളാണ്. ഇനി നിങ്ങൾ പറയേണ്ടത് ഇതാണ്: ഇന്ന് വന്ന കഷ്ടം ഇനി എനിക്ക് വരികയേയില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ഒരു ആഭിചാര കർമ്മങ്ങളും എനിക്ക് ഏൽക്കുകയില്ല എന്ന് നിങ്ങൾ ശക്തിയായി നിങ്ങൾ വിശ്വസിച്ച് അത് വാഗൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റുപറയണം. ഇന്ന് കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണോ? ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ലവർ ആയിരിക്കാം. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണോ എന്ന് നോക്കാം. നിങ്ങൾ അവരെക്കുറിച്ച് 3 മുതൽ 5 പ്രാവശ്യം വരെ നിങ്ങൾ അവരുടെ പേര് പറയുക, അവരെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ എനർജി കടന്നു വരും. നിങ്ങൾക്കുള്ളത് മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ടുകളയുക. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിലോട്ട് തിരിച്ചു വരാൻ സാധ്യമാണോ? യെസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ സാധ്യമാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയിരിക്കുന്നു. ചില വ്യക്തികൾ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, വേദനയിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചില ബ്ലോക്ക് സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കോളും മെസ്സേജും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. ചില വ്യക്തികൾക്ക് പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്, ടവർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കപ്പുമായിട്ട് ഒരു ഓഫർ തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 11, 3, 2, 1, 7, 16, 7, 12, 3. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ നമ്പർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടോ അല്ലെങ്കിൽ ഡെസ്റ്റിനിയോ മൂലാങ്കോ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു പൗതയിൽ നിന്നും നമുക്ക്, ഈ ഒരു ചെടിയിൽ നിന്നും നമുക്ക് അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ കാത്തിരുന്നേ മതിയാകുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടിയിട്ട്, ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം, ഓവർ കെയറിങ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ച് അവരുടെ പിറകെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരിക്കാം. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി വരുന്നതിനും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു രൂപീകരണത്തിനും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു രൂപീകരണത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എന്തായാലും ചില വ്യക്തികൾ ഇവിടെ വിവാഹം കഴിച്ച ആൾക്കാർ, ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ ചില കോടതി കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളിലോ കേസ് വഴക്കുകൾ നടക്കുന്നതായി കാണുന്നു. ഓക്കെ,
അതിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അനുകൂലമായി തീരണം. ഒരു പക്ഷേ നിങ്ങളുടെ പേരൻസിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ എതിരായി കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു ശരിയായ രീതിയിൽ വന്നിരുന്നെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ വന്നിരുന്നെങ്കിൽ കേസ് പിൻവലിക്കാമായിരുന്നു എന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിന്തിക്കുന്നതായി ഇവിടെ കാണുന്നു. ഓക്കെ, ഇത് മിററിങ് ആകാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ ചിന്ത നിങ്ങളുടേതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയാകാനും സാധ്യതയുണ്ട്. ഓക്കെ, മറ്റു ചില വ്യക്തികൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ തിരികെ വരണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ലവ് തേർഡ് പാർട്ടി അല്ല, പാരൻസ് ആകാനുള്ള സാധ്യതയും ഉണ്ട്, സുഹൃത്തുക്കളാകാനുള്ള സാധ്യതയും ഉണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി അവരിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ വിട്ടുപോകുവാൻ അവർ ആഗ്രഹിക്കുന്നു. നിരന്തരമായി ഹൃദയത്തിൽ വേദന നൽകിക്കൊണ്ടിരുന്നതായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നും, നിങ്ങളെക്കുറിച്ചായിരിക്കാം മോശമായി പറഞ്ഞ് അവർക്ക് ഹൃദയവേദന കൊടുത്തുകൊണ്ടിരുന്ന ചില വ്യക്തികളിൽ നിന്നും അകന്നു പോകുവാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നു. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഐസൊലേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലായിട്ട് ദൈവികമായിട്ടുള്ള ചില ഇന്നർ വോയിസ് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നു. ഓവർ തിങ്കിങ് ആണ് ഉള്ളത്. നിങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു, ഒരു ഫൂളായിട്ടുള്ള ഒരു ചിന്തയാണ്, ഒരു വിഡ്ഢിത്തമായിട്ടുള്ള ചിന്തയാണ് എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഡിവോഴ്സിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ചിന്തയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് എടുക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആ ബ്ലോക്കുകളൊക്കെ ഒന്ന് മാറണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചില വ്യക്തികളുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കാരണമാണ് നിങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം, ബൗണ്ടറി സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. ഒരു പക്ഷേ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലവ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ചില നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ ചില ബൗണ്ടറി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേരൻസ് ആണ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ വാക്കുകൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ കാണാം തേർഡ് പാർട്ടിയെ വിട്ടുപോകുന്നു. അതേ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില തേർഡ് പാർട്ടിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. ഓക്കെ, ടവർ വന്നിരിക്കുന്നു. ഒരു പക്ഷേ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇടയിൽ ബ്രേക്കപ്പ് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഓക്കെ, ഒരു ബ്ലാക്ക് എനർജി, ചില വ്യക്തികളുടെ ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ ഡെവിൾ കണ്ണുകൾ കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഭ്രമത്തിലായിരുന്നു ചില ഡെവിൾ എനർജിയുടെ കാര്യത്തിൽ. ഓക്കെ, ചില ബ്ലാക്ക് എനർജികൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ഭ്രമിപ്പിക്കുകയായിരുന്നു. ഓക്കെ, ഒരു ഇലൂഷനിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഒക്കെ ചില വ്യക്തികൾ തേർഡ് പാർട്ടി ആയിരിക്കാം, ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണെ ഇതുപോലെ ചില ബ്ലാക്ക് എനർജികൾ കൊണ്ടുവന്ന് മാനസികമായി തകർത്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളെ രണ്ടുപേരെയും രണ്ട് വഴിയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞത്, അധികാരങ്ങളെ നശിപ്പിച്ചത്. ഒക്കെ ഒരു മിന്നൽ വന്ന് ആ ഒരു ടവർ ഒരിക്കലും ആരും വന്ന് പ്രവേശിച്ച്
പ്രവേശിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീ വന്ന് വീഴുകയായിരുന്നു. അത് ഡെവിളിൻ്റെ എനർജിയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ രണ്ട് വഴിയിലാക്കി മാറ്റിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഇലൂഷൻ എല്ലാം സംഭവിച്ച് മറ്റ് ചില വ്യക്തികളുടെ പിറകെ അവരുടെ വാക്കുകളെ വിശ്വസിച്ച് പോയത് ഈ ബ്ലാക്ക് എനർജി മൂലമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ബാലൻസ് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, യൂണിവേഴ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ പേഴ്സൻ്റെ ബുദ്ധിയെ മാറ്റുന്നുണ്ട്. അവർക്ക് ഇൻഡ്യൂഷൻ പവർ ലഭിക്കുന്നുണ്ട്, അവർക്ക് ഇന്നർ വോയിസ് ലഭിക്കുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരാൻ അവർ ചിന്തിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇത് ചാരിയറ്റ് വന്നിരിക്കുന്ന ഒരു യാത്രയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ യാത്ര ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണെ കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി തുറന്നു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ചീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വമായി നിങ്ങളുടെ ചില കാര്യങ്ങൾ, സ്നേഹം, സമാധാനമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയ ചില വ്യക്തികളായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചില പക്വതയില്ലാത്ത തീരുമാനങ്ങൾ കാരണം എടുത്ത ചില ചിന്തകളല്ല, പക്വതയില്ലാത്ത ചില തീരുമാനങ്ങളാൽ നിങ്ങളുടെ ഇടയിൽ വന്ന ചില പ്രശ്നങ്ങളെയെല്ലാം തിരുത്തണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചിലത് നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ നിങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ചില സാമ്പത്തികമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ചില സ്വർണമോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യമോ നിങ്ങളിൽ നിന്നും കൈക്കലാക്കി പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് തരണമെന്നും അത് തരാനായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, ബ്ലോക്കുകളെല്ലാം മാറ്റി ഒരു മെസ്സേജ് അയക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. ചില വ്യക്തികളുടെ ബ്ലോക്കൊക്കെ മാറ്റി ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു എനർജി വരെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്പീഡിൽ തന്നെയാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മാറി നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ പേഴ്സണ് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസനേറ്റായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ. താങ്ക് യു യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷൻ കൂടിയാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ കടന്നു പോകുന്നത്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 4 ആവർത്തിച്ചു. 8, 6, 5, 14, 5, 10. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നില്ല. നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ ലൈഫിലെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, കുടുംബമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിനുവേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള, കുറേ നാളായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒരു റീയൂണിയൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായി കാണുന്നു. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം വരണമെന്ന്, അത് നിങ്ങളുടെ മക്കൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജോലിയെക്കുറിച്ചായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 4 ഓഫ്
പെൻഡിക്കിളിൻ്റെ എനർജിയാണ്. ഒരു ജോലി സംബന്ധമായിട്ട് വിദേശത്ത് കടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ കാത്തിരിക്കുന്നതായി കാണുന്നു. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തികത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നതായി കാണുന്നു. ആ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ സാമ്പത്തികം വിട്ട് കിട്ടുന്നതിന് വേണ്ടി അത് ബാങ്കായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അടുത്ത് ചോദിച്ച പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ച പണം തിരികെ തരുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, എല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ സ്നേഹം, സന്തോഷം എല്ലാം ഉപേക്ഷിച്ച് ചില വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നതായി കാണുന്നു. അപ്പം അത് എന്തുകൊണ്ടാണ്, ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റെന്താണ് എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് അവരുടെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കിയിരിക്കുന്നതായി കാണുന്നു. അവർ തിരിച്ചു വരണമെന്നും അവരുമായിട്ടൊരു സന്തോഷം നിങ്ങൾക്ക് വേണമെന്നും ഒരു സെലിബ്രേഷൻ അവരിൽ ഉണ്ടാകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റു ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില പരാജയങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്, ചില തോൽവിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ പരാജയത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാജയം സംഭവിക്കുമോ ജീവിതത്തിൽ എന്ന് ഭയക്കുന്നതായും കാണുന്നു. ഓക്കെ, ഇവിടെ ലവേഴ്സിൻ്റെ എനർജി വന്നിരിക്കുന്നു. ലവേഴ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രണയത്തെ തിരിച്ച് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. നിങ്ങളുടെ അഫർമേഷൻ വളരെ ശക്തമായി തീരുകയാണ്. ഓക്കെ, അഫർമേഷൻ ശക്തമായി തീരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള സ്പീഡും കൂടുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അഫർമേഷനിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന്. നിങ്ങൾ ചെയ്യുന്ന അഫർമേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ചില കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നതായി കാണുന്നു. ചില സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില വ്യക്തികളുമായിട്ട് വാക്ക് തർക്കത്തിൽ ഉണ്ടാകുന്നതായി കാണുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള ഭയം, കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ഇത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ 2-3 പ്രാവശ്യം അവരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കോൾ എടുക്കാതെയോ വരുന്ന സമയത്ത് നിങ്ങൾ മാനസികമായി തകർന്നു പോകുന്നു. കോൺഫ്ലിക്റ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ അടുത്ത സമയത്ത് ഏതെങ്കിലും രീതിയിൽ വാക്കുതർക്കം ഉണ്ടായതായിട്ട് കാണുന്നു. നിങ്ങൾ എന്നേക്കുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം, വിശ്വാസം എല്ലാം നഷ്ടമായി പോയോ, അതിന് ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നു. ഇവിടെ കൂടുതലും ഇഗ്നോറിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. ചില കാര്യങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില നെഗറ്റീവ് വ്യക്തികളെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ കൂടെയുള്ള ചില വ്യക്തികളെ ആയിരിക്കാം. അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ കോൾ, മെസ്സേജ് നിങ്ങൾ ഒഴിവാക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കൂടെ നിന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ചില നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് ചതിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ, ഡിപ്രഷൻ ഉണ്ടാകുന്നതായി കാണുന്നു. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ചില സൗഹൃദങ്ങളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത്, അഫർമേഷൻ ചെയ്യുന്നത്, അഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നിരന്തരമായി ചില കാര്യങ്ങളെ നടന്നതായി കണ്ടുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ചില കാര്യങ്ങളെ സ്വപ്നം കാണത്തില്ല. ആ സ്വപ്നം കാണുന്നത് പോലെ നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് നടന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ സന്തോഷിക്കുകയും അത് ഫീൽ ചെയ്യുകയും അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുകയും ചെയ്യുന്നതിന് അഫർമേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആ അഫർമേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഒക്കെ ഇവിടെ ഗ്രോത്ത് വരുന്നു. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നു. സ്റ്റേബിളായിട്ട് ഒരു കാര്യം നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെറുതെ പോകില്ല. യൂണിവേഴ്സിൽ നിന്നും അതിൻ്റെ കൂലിയും പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിക്കുക, കാർഡ് സെലക്ട് ചെയ്യുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായ കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ? ഫസ്റ്റ്, സെക്കൻഡ്,
തേർഡ്. ഓക്കെ, മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഒന്നിൻ്റെ കുറവ് നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. അത് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യത്തിൻ്റെ കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഒരേ സമയം തന്നെ നിങ്ങൾ 2 വള്ളത്തിലാണ് കാല് വയ്ക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എനിക്കതെല്ലാം തന്നതിനായി നന്ദി പറഞ്ഞിട്ട് ആ ഒരു കാര്യം കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ അത് എങ്ങനെ ചെയ്യുക, അത് നടക്കുമോ, അതൊന്നും ഒരു രക്ഷയും കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള നെഗറ്റീവ് വാക്കുകൾ കൂടി നിങ്ങൾ പറയുന്നത് ഒഴിവാക്കുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ജഗിൾ ചെയ്യുന്നു. അത് ചിലപ്പം സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ 2 സിറ്റുവേഷൻ ഉള്ളതായി കാണുന്നു. അതിലേത് തീരുമാനിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. മോൻ ചെയ്യണമോ അതോ നിൽക്കണമോ എന്ന് പോലും അറിയാൻ വയ്യാത്ത ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എങ്കിൽ അതിനൊരു വിജയം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചാണോ നിങ്ങളിപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്, അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നതാണ്. അതല്ല നിങ്ങൾ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികളെക്കുറിച്ചാണോ, അവർ നിങ്ങളെ പറ്റിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വിജയമാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്നും ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് വരുന്നതില്ല. ഓക്കെ, അടുത്തതും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ വിവാഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടോ ഒരു വിജയത്തിന് വേണ്ടിയിട്ടോ ആണോ നിങ്ങൾ ഈ കാർഡ് സെലക്ട് ചെയ്തെങ്കിൽ യെസ് എന്നാണ് മറുപടി വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചെറുതായിട്ട് നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് ഒരു ഡബിൾ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഡബിൾ എനർജി നിങ്ങളെ വല്ലാണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായി കാണുന്നു. ആ ഡബിൾ എനർജി വേറെ എങ്ങൊന്നുമല്ല, നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെയാണ് ആ ഡബിൾ എനർജി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു കൈപ്പാവയെ പോലെ, കാരണം ആ നാവ് തന്നെയാണ് നിങ്ങളെ ഒരു ഡബിൾ എനർജി നിങ്ങളുടെ മുന്നിൽ സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ചിന്തയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ നാവാണ്. അതിനെ ഒന്ന് നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവന്നാൽ നിങ്ങൾ ശുദ്ധികലശത്തിനോ അതിനോ ഇതിനോ പൂജയ്ക്കോ വഴിപാടിനോ എങ്ങും ഓടേണ്ട കാര്യമില്ല. നമ്മുടെ നാവാണ് നമ്മളെ നല്ലതും മോശവും സൃഷ്ടിക്കുന്നത്. ശാപവും നന്മയും നൽകുന്നത് നമ്മുടെ നാവ് തന്നെയാണ്. നമ്മുടെ നാവിനെ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒന്ന് കുറച്ച് ഒരു ദിവസത്തേക്കൊന്ന് വാച്ച് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്നു, എത്ര പ്രാവശ്യം ഞാൻ എന്നെ അനുഗ്രഹിച്ച് സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതി വെക്കാം. ഇന്ന് ഞാനിപ്പോൾ ഈ നെഗറ്റീവ് സംസാരിച്ചു പോയി, അതിന് സോറി പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനോടും നിങ്ങളോടും സോറി പറയുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ നിങ്ങൾ ശപിക്കുമ്പോൾ അത് വിഷമിക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത കാർഡിൽ നിങ്ങളിലേക്ക് എല്ലാവർക്കും പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളിൽ അനുഗ്രഹം തന്നെയാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം കാണുക. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് വരുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ആദ്യം തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് എടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്? വാളുമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ടവറാണ്. മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, അവിടെ സമാധാനം സ്നേഹം ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഇനി നെഗറ്റീവ് ചിന്തിക്കരുത്. എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായി ഹാപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണങ്ങി ഇവിടം വരെ വന്നിരിക്കുന്നത് തിരിച്ച് തേർഡ് പാർട്ടിയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് നിങ്ങളുടെ നാവെടുത്ത് അങ്ങനെയൊന്നും പറയാതിരിക്കുക. ഓക്കെ,
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നവർ, വരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ പറയുക. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നു. ഒരു ടവർ ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ ഒരു മേജറായിട്ടുള്ള ഒരു വലിയ ഒരു പ്രശ്നം അവരുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേരാൻ പോകുന്നു. ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ വരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഒരു റീയൂണിയൻ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾക്കൊരു റീയൂണിയൻ ലഭിക്കുന്നതാണ്. ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ കളഞ്ഞിട്ട് വരുന്ന കപ്പുകളെല്ലാം ഇവിടെ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. റീയൂണിയൻ ഉണ്ട്. തേർഡ് പാർട്ടിയുടെ കപ്പുകളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ വരികയാണ്. ഓക്കെ, ഇവിടെ എന്തായാലും നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ഒരു ചെറിയ സ്റ്റക്ക് അവരുടെ മനസ്സിലുണ്ട് എങ്കിലും ഹാങ്ഡ് മാനാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു. ഇപ്പോൾ ഒരു മാറ്റം അവർക്കുണ്ടായിരിക്കുന്നു. സത്യം എന്തെന്നും മിഥ്യ എന്തെന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു. തേർഡ് പാർട്ടി ആരാണെന്നും നിങ്ങൾ ആരാണെന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും തേർഡ് പാർട്ടിയുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം അവർ വേർതിരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടവർ, തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഒരു ടവർ കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി കിട്ടിയാൽ അവിടെ ആ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കപ്പിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ടാകുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇതിലെല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളിൽ ഉണ്ടായതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.